നമസ്തേ. ആര്യസമാജം കാറൽമണ്ണ വേദഗുരുകുലം പഠന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പാഠ്യഭാഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഠോപനിഷത്ത് അധ്യായം 1, വല്ലി 1, സൂക്തം 1. ഉശൻഹവൈഃ വാജസ്രവസഃ സർവവേദസംദദൗ തസ്യഃ നചികേതാ നാമ പുത്ര ആസ. അർത്ഥം: ഉശൻ വൈ ഇച്ഛയോടുകൂടി തന്നെ നിശ്ചയമായും, വാജസ്രവസ് സർവവേദ സംദദൗ തൻ്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്തു. തസ്യഹ അദ്ദേഹത്തിന്, നചികേതോ നാമ നചികേതസ് എന്ന പേരായ പുത്രഃ ആസ പുത്രൻ ഉണ്ടായിരുന്നു. വാജസ്രവസിൻ്റെ പുത്രനായ വാജസ്രവസ് വിശ്വജിത്ത് എന്ന യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അന്നം വൈ വാജ, വാജ എന്ന പദത്തിനർത്ഥം അന്നം എന്നാകുന്നു. സ്രവഹ എന്നാൽ പ്രശംസ, കീർത്തി എന്നെല്ലാം അർത്ഥം. അന്നം ഉപഭോഗ വസ്തുവാണ്. വാജസ്രവസ് എന്നാൽ അന്നത്താൽ കീർത്തി നേടിയവൻ എന്നർത്ഥം. സമ്പന്നർ അങ്ങനെയാണല്ലോ ധനം വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടുന്നു. പിന്നീട് അവർക്ക് യശസ് വർദ്ധിപ്പിക്കണമെന്ന മോഹം ഉണ്ടാകുന്നു. അതിന് ദാനം ചെയ്യണം. ദാനം യജ്ഞത്തിൻ്റെ ഭാഗമാണ്. യജ് ദേവപൂജ സംഗതീകരണ ദാനേഷു എന്ന് ധാതുപാഠം. യജ്ഞം, ദേവപൂജ, സംഗതീകരണം, ദാനം എന്നിവ ചേർന്നതാണ്. ദേവപൂജ ഇന്ന് കണ്ടുവരുന്ന വിഗ്രഹാരാധനയല്ല. ദിവ്യഗുണമുള്ള പദാർത്ഥങ്ങൾ, വ്യക്തികൾ ഇവയെല്ലാം ദേവഗണങ്ങളിൽ പെടുന്നു. വായു, അഗ്നി, ജലം, വനസ്പതി, പൃഥ്വി ഇവയെല്ലാം ദേവതകളാണ്. ഇവയെ ശുദ്ധീകരിക്കുവാൻ ചെയ്യുന്ന പ്രക്രിയയാണ് ദേവപൂജ. അതിന് നെയ്യ്, ഔഷധ പദാർത്ഥങ്ങൾ മുതലായവ അഗ്നിയിൽ ഹോമിക്കുന്നു. അഗ്നി ഈ പദാർത്ഥങ്ങളെ വിഘടിപ്പിച്ച് സൂക്ഷ്മരൂപത്തിലാക്കുന്നു. വായു ധൂമത്തോടൊപ്പം കാർബൺ ഡയോക്സൈഡ് ഇതിനെ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കുന്നു. വായു സ്വയം ശുദ്ധമാകുന്നതോടൊപ്പം വനസ്പതികൾ ഇവ സ്വീകരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാഥമിക അന്നമുണ്ടാക്കുന്നു. ഈ അന്നം എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണമാകുന്നു. ഇതെല്ലാം യജ്ഞത്തിൻ്റെ ദൈവികവും ഭൗതികവുമായ ഗുണങ്ങളാണ്. മന്ത്രപൂർവം അനുഷ്ഠിക്കുമ്പോൾ ആധ്യാത്മികമായ ഉന്നതിയും കൈവരുന്നു. ഇപ്രകാരം കീർത്തിയെ ഇച്ഛിച്ചുകൊണ്ട് സർവസ്വവും ദാനം ചെയ്തുകൊണ്ടിരുന്ന വാജസ്രവസിന് നചികേതസ് എന്ന് നാമധേയമുള്ള പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രൻ ശ്രദ്ധയോടെ പിതാവിൻ്റെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു. തയ്യാറാക്കിയത് ശ്രീ കെ. കെ. ജയൻ, ആര്യപ്രചാരകൻ.